നിറത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ക്രൂരമായ പീഡനം, കറുത്തവളെന്ന പരിഹാസം, ഭർത്താവിൽ നിന്നുള്ള മർദ്ദനം. ഒരു അഭിഭാഷകയും പൊതുപ്രവർത്തകയുമാണെങ്കിലും കോട്ടയം ഏറ്റുമാനൂരിലെ ജിസ്മോൾക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അമ്മായിയമ്മയും ഭർത്തൃ സഹോദരിയും ഒരു പെണ്ണെന്ന പരിഗണന പോലും കൊടുത്തില്ല. ഇതെല്ലാം സഹിച്ചു മടുത്താണ് ജിസ്മോൾ മക്കളെയും കുട്ടി പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. കോട്ടയം നീർക്കാടുള്ള ഭർത്താവിൻ്റെ ഇടവകപ്പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. തുടർന്ന് ചെറുകരയിലെ സ്വന്തം ഇടവകപ്പള്ളിയിൽ സംസ്കാരം. ഏറെ വൈകാരികമായാണ് ബന്ധുക്കളും നാട്ടുകാരും 3 പേർക്കും യാത്രാമൊഴി നൽകിയത്. അത്യന്തം വൈകാരികമായ നിമിഷങ്ങൾ. ജിസ്മോളുടെയും മക്കളായ 4 വയസ്സുകാരി നേഹയുടെയും 1 വയസ്സുകാരി നോറയുടെയും മൃതദേഹം കണ്ട ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം പൊട്ടിക്കരഞ്ഞു. ഭർത്താവിന്റെ ഇടവക പള്ളിയായ നീറിക്കാട് ലൂർദ് മാതാ ക്നാനായ കത്തോലിക്ക പള്ളിയിലാണ് ആദ്യം മൃതദേഹങ്ങൾ എത്തിച്ചത്. ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയും ഭർത്തൃമാതാവ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തി. ഇടയ്ക്ക് രോഷപ്രകടനവുമായി നാട്ടുകാരും. പതിനൊന്നരയോടെ പാലാ പടിഞ്ഞാറ്റിൻകരയിലെ പൂവത്തുങ്കൽ വീട്ടിലേക്ക് ജിസ്മോളും കുഞ്ഞുങ്ങളും എത്തി. വൈകാരിക രംഗങ്ങളാണ് ഇവിടെയും ഉണ്ടായത്. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയെന്നാദാ തിരുസന്നിധിയിൽ. 4:30 മൃതദേഹം ചെറുകര പൈങ്കുളം സെന്റ് മേരീസ് ക്നാനായ പള്ളിയിലെത്തിച്ചു. അന്ത്യശുശ്രൂഷയ്ക്ക് ശേഷം സംസ്കാരം. അതിനിടെ സംഭവത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് സാധ്യത. ന്യൂസ് 18 കോട്ടയം.